Dear students, today I want to revise the topic ray optics. ഇതൊരു ബിഗ് ചാപ്റ്റർ ആയതുകൊണ്ട് റേ ഓപ്റ്റിക്സിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ സർഫസ് ആൻഡ് കർവ്ഡ് സർഫസ്. ഓരോ ഭാഗത്തു നിന്നും മിനിമം വി ക്യാൻ വെയിറ്റ് 1 ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഫോർമുലകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. See, as we know, the light and electromagnetic wave വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. Electromagnetic waves is a composite wave. Its wavelength, ranges from 400 nanometer to 700 nanometer. If you just go through its energy, നമുക്കറിയാം E is equal to hc by lambda നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റേഞ്ചസ് ഫ്രം 2.8 electron volt to 1.8 electron volt. See, നമ്മുടെ റേ ഓപ്റ്റിക്സിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേമുകൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റുമാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ വാട്ട് യു മീൻ ബൈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? So it is nothing but the bouncing back of light into the same medium. That is a very important concept. See, reflection നടക്കുന്ന സമയത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കോൺസ്റ്റന്റ് ആകുക? വിച്ച് ആർ സെഡ് ടു ബി കോൺസ്റ്റന്റ്സ് ആൻഡ് വിച്ച് ആർ സെഡ് ടു ബി വേരിയബിൾസ്? ഒരേ മീഡിയം ആയതുകൊണ്ട് ആ വേവിൻ്റെ സ്പീഡ്, വേവ് ലെങ്ത് സെയിം ആയിരിക്കും. ഏത് മീഡിയം ആണെങ്കിലും ഓർക്കുക, ഫ്രീക്വൻസി, the parameter, the characteristic element of a wave is a constant. Because of the attenuation, amplitude, and hence the intensity, they are decreasing. പക്ഷേ ഏത് മീഡിയത്തിലേക്കാണോ അത് റിഫ്ലക്ഷൻ നടക്കുന്നത്, if it is with a denser medium, there is a phase difference of pi. If it is with a rarer medium, there is a no phase difference is introduced. So ഈ parameters ഒന്ന് ഓർത്തിരിക്കുക. So these are the constants with the reflection and these are the variables with the reflection. Laws of reflection, you know about it. So it is possible for every surfaces, but keep in mind the angle of incidence should be equal to angle of reflection. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇവിടെ എന്താണ് റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്? നമ്മളെ പല സിറ്റുവേഷൻസും നമുക്കറിയാം, പക്ഷേ ഈ രണ്ട് ഡിഫറൻസസ് ഓർത്തിരിക്കുക. റിയൽ ഇമേജ് എന്ന് പറയുന്നത് ആക്ച്വലി കൺവേർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇമേജാണ്. പക്ഷേ അതിന് പകരം അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെർച്വൽ. റിയൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും, ബട്ട് ദ വെർച്വൽ ഇമേജ് കനോട്ട് ബി സ്ക്രീൻഡ്. അത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സഹായകരമാകും. ദെൻ അബൌട്ട് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ പ്ലെയിൻ മിറർ. അപ്പോൾ ഒരു വെർട്ടിക്കലി പ്ലെയിൻ ആയിട്ടുള്ള മിറർ ഇവിടെയുണ്ട്. an object is here. The minimum 2 rays are required to form an image. So the one ray is coming with an angle of incidence as a 0 here at this point. So it is reflected back. And another one with respect to say here ഒരു സെൻറ്റർ ബേസ് ചെയ്തൊരു റേ വരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് സെയിം ആയിട്ട് അവൻ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ബട്ട് 2 rays are supposed to be coming from this point. So we get a virtual image. So diverge from this point എന്ന് നമുക്ക് പറയാം. So look the characteristics of the image formed by the plane mirror. The same size as that of the object. The object distance and image distances are same. That means
പ്ലെയിൻ മിററിൻ്റെ ഈക്വൽ സെപ്പറേഷനിലാണ് ഓബ്ജക്റ്റും ഇമേജും ഇരിക്കുന്നത് ആൻഡ് ഈസ് വെർച്വൽ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ഓൾസോ എറക്റ്റ് വൺ. വലത് ഇടത് വശങ്ങൾ പരസ്പരം തിരിയുന്നു എന്നുള്ളത്, ലാറ്ററലി ഇൻവേർട്ടഡ്, ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇതാണ് ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ് ഡീവിയേഷൻ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേസ്. അപ്പോൾ ഒരു പ്ലെയിൻ മിററിനെ സംബന്ധിച്ചിടത്തോളം സി ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. എങ്കിൽ ഈ ഫൈനൽ റേയും ഈ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്ന ഡെൽറ്റയാണ് നമ്മുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഡെൽറ്റ ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കുക? സോ ഡീവിയേഷൻ ഈസ് നത്തിങ് ബട്ട് ഒരു പ്ലെയിനിലുള്ള ടോട്ടൽ ആംഗിൾ, ദാറ്റ് ഈസ് 180 മൈനസ് ഐ പ്ലസ് ആർ ഓർ ഐ 2i. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പക്ഷേ അത് 2 പ്ലെയിൻ മിറേഴ്സ് ആണ് വരുമ്പോൾ ഓർത്തിരിക്കണേ, ഒരു പ്ലെയിൻ മിററിൽ ആൽഫ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്നു വീണു, മറ്റേ ആംഗിളിൽ അത് ബീറ്റയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ ടോട്ടൽ ഡീവിയേഷൻസ് ആസ് ഈക്വൽ ടു ഇൻഡിവിജ്വലിൻ്റെ സമ്മാണ്. So we find 360 minus 2 theta, but keep in mind here the theta is the angle between the two mirrors and that theta is equal to alpha plus beta. ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നമ്മുടെ പലപ്പോഴും പല എൻട്രൻസ് എക്സാമിനും ചോദിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു ക്ലോക്കായിട്ട് മാറുന്നു. അപ്പോൾ ആ ക്ലോക്ക് ഒരു പ്ലെയിൻ മിററിലൂടെ വീക്ഷിക്കുന്ന സമയത്ത് വി ക്യാൻ റിയൽ ആയിട്ടുള്ളതിനെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് എടുക്കാം, അതല്ലാതെ പകരം ആയിട്ടുള്ളത് മിററിൽ കാണുന്ന ഇമേജ് ടൈമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റ് ടൈം AH ആണെങ്കിൽ ഇമേജ് ടൈം എത്രയായിരിക്കും? സിമ്പിളാണ്. അത് അവറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് യു ക്യാൻ സബ്ട്രാക്ട് ഫ്രം 12. സോ 12 മൈനസ് ദാറ്റ് ഓബ്ജക്റ്റ് ടൈം വിൽ ഗീവ് ദ ഇമേജ് ടൈം. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നതിന് അവറും മിനിറ്റും ഉണ്ടെന്നിരിക്കട്ടെ. സോ ദാറ്റ് ഓബ്ജക്റ്റ് ടൈം ഈസ് മാർക്ക്ഡ് ആസ് A hour B minute. Then you have to just subtract again from 12, but it is here quoted as 11 hour 60 minute minus A hour B minute. So you get the answer. Similarly in seconds. So ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. So you have to subtract from 12, then you get the answer. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് that image is formed by 2 plane mirrors. So നമ്മളൊരു ഓബ്ജക്റ്റ് OA തീറ്റ ആംഗിൾ ഓഫ് ഓറിയന്റേഷനിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു മിററിൽ വെച്ചാൽ എത്ര ഇമേജസ് അവിടെ ഉണ്ടാവും? കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. യു ജസ്റ്റ് ഡിവൈഡ് 360 ബൈ ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്. അത് കിട്ടുന്ന വാല്യൂ M ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് N ആയിരിക്കും. ഇഫ് M ഈസ് ആൻ ഈവൻ നമ്പർ, N എന്ന് പറയുന്നത് M-1 ആയിരിക്കണം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പക്ഷെ അതേസമയം അതൊരു ഓഡ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ മിറേഴ്സ് അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് ഒന്നിൻ്റെ മുകളിൽ വരുന്നത് കൊണ്ട് വി ഹാവ് ടു സബ്ട്രാക്ട് 1 ഫ്രം ദാറ്റ്. പക്ഷെ അതൊരു ബൈസെക്ടറിൽ അല്ലെങ്കിൽ നോട്ട് ഓൺ ദ ബൈസെക്ടർ, ദിസ് പോയിന്റ് ഈസ് നോട്ട് ഓൺ ദ ബൈസെക്ടർ, then we can take the value as M as such. So ഓർക്കുക, you just divide 360 by theta, then M എന്ന് പറയുന്ന വാല്യൂ ഈവൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ നമ്പർ ഓഫ് ഇമേജസ് ആയി. ഓഡ് ആണെങ്കിൽ ആ M തന്നെ ആയിരിക്കും, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അത് M-1 ആയിരിക്കും. ഓർക്കുക, അതൊരു ഫ്രാക്ഷൻ വാല്യൂ സേ 3.5 3.2 എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ പാർട്ടായ 3 മാത്രം എടുക്കാനും ശ്രദ്ധിക്കാം. രണ്ട് കൺസെപ്റ്റ്സിലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കൺസെപ്റ്റ്സിൽ പറയുകയാണ്. When the object moves with speed u towards or away from the plane mirror, then image also moves towards or away with the speed u. But relative speed of image with respect to object is 2u. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതും ഇമേജ് മൂവ് ചെയ്യുന്നതും ഒരേ സ്പീഡിലാണ്. പക്ഷേ അവർ പരസ്പരമുള്ള റിലേറ്റീവ് സ്പീഡ് വരുമ്പോൾ അത് ഡബിളായിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇതേ കൺസെപ്റ്റ് ആയിരിക്കും ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ പ്ലെയിൻ മിറർ ഈസ് അപ്രോച്ചിങ് ഓർ അവേ ഫ്രം ദാറ്റ്, ദെൻ ദ സ്പീഡ് ബിക്കം ഡബിൾ ടു ദ ഇമേജ്. അതുകൂടെ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് എ മാൻ ഓഫ് ഹൈറ്റ് h റിക്വേഴ്സ്
a mirror of length at least equal to 8 to see his own complete image. അദ്ദേഹത്തിൻ്റെ ഫുൾ ഇമേജ് കാണണമെങ്കിൽ ഹൈറ്റ് ബൈ 2 എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. സി, നമുക്ക് അടുത്ത ഒന്ന് രണ്ട് പ്രോബ്ലം സിറ്റുവേഷനിലേക്ക് പോകാം. ഹിയർ എ ഗുഡ് ക്വസ്റ്റ്യൻ. ദ പ്ലെയിൻ മിറർ പ്രൊഡ്യൂസസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ്, നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്. പക്ഷേ ഓബ്ജക്റ്റും ഇമേജും എന്ന് പറയുന്നതിന് ഒരേ ഹൈറ്റാണ്. സോ +1 എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ആൻസർ. എ ക്ലോക്ക് hung on a wall has a marks instead of numerals on its dial. On the adjoining wall, there is a plain mirror, and the image of the clock in the mirror indicates time 7:10. So, image time is 7:10. Then the time on the clock. Actual time എന്താണ്? നമുക്കറിയാം the actual time is marked in our equation A hour B minute. So, that എങ്ങനെ നമുക്ക് കിട്ടും? സിമ്പിളായിട്ട് നമുക്കറിയാം ആക്ച്വൽ ടൈം കിട്ടാൻ വേണ്ടി മിനിറ്റ് കൂടെ ഉണ്ടെങ്കിൽ 1160 നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇമേജ് ടൈം. ഇമേജ് ഈസ് 7:10. സോ ഫ്രം ദാറ്റ് A hour B minute we can just subtract 7:10 from 1160 and you get the answer 4 hour 50 minutes. So simple logical answer. നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ മതിയാവും. സിമ്പിൾ ആയിട്ടുള്ള അനദർ ക്വസ്റ്റ്യൻ. A ray of light is incident on a plane mirror at an angle of 60 degree. The angle of deviation produced by the mirror is, അത് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ സിമ്പിളായിട്ട് ഫോർമുല പറഞ്ഞിട്ടുണ്ട് 180 minus 2 theta. So that is 180 minus 2 into 60. So 180 minus 120, 60 degree as the answer. A good question. See the guys. Reflection at spherical mirrors. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. We can wait one question from this area. നമുക്കറിയാം the convergent mirror. We are said to be the concave mirror here. The divergent mirror, it is the convex one. So അതിൻ്റെ യൂസസ് ഒന്ന് മനസ്സിലേക്ക് ഓർക്കണമേ. ഒരു സെർച്ച് ലൈറ്റായിട്ട് കോൺകേവ് മിറർ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ്റെ മിററായിട്ട് അതിനെ യൂസ് ചെയ്യുമ്പോൾ, അത് നമ്മൾ അതേ സമയത്ത് കോൺവെക്സിനെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഫോക്കൽ ലെങ്തും റേഡിയസ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം സിമ്പിളായിട്ട് ആസ് R/2. അപ്പോൾ കോൺകേവ് മിററിൽ വരുമ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും, കോൺവെക്സ് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. അതുകൊണ്ടാണ് ആ സൈൻ എന്നുള്ള കാര്യം ഓർക്കുക. ഇത് മിറർ മേക്കേഴ്സ് ഫോർമുലയാണ്, F=R/2 എന്ന് പറയുന്ന കൺസെപ്റ്റ്. പക്ഷെ അതേസമയം നമുക്ക് പവർ വരുമ്പോൾ ഓർമ്മയിരിക്കട്ടെ, -1/Fm ആണ് കോൺകേവ് മിററിന്. റീസൺ കൺവേർജിങ് എബിലിറ്റിയാണ് പവർ എന്ന് പറയുക. സോ കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ഫോർ എ കൺവേർജൻറ്റ് മിറർ. ടു ഗെറ്റ് ലൈക്ക് ദാറ്റ് യു ഷുഡ് ഗീവ് എ നെഗറ്റീവ് സൈൻ ഹിയർ. അത് മീറ്ററിലായിരിക്കുമ്പോൾ -1/Fm, അത് സെൻറ്റിമീറ്ററിലായിരിക്കുമ്പോൾ -100/Fm എന്നുള്ള കാര്യം ഓർക്കുക. അത് കോൺവെക്സ് മിററിൽ വരുമ്പോൾ പ്ലസ് വാല്യൂ ആയിട്ട് മാറുമെന്നുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് അപ്പർച്ചർ. Effective diameter of the mirror or lens, we can say, and hence the intensity of image formation is directly proportional to the area, and hence we can say that the square of aperture വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഒരു കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും നമ്മൾ ഡിഫറൻറ്റ് പൊസിഷനുകളിൽ ഓബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് ഉണ്ടാകുന്ന ലൊക്കേഷൻ, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് നേച്ചർ, അത് വളരെ ശക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഓൺലി വൈൽ ആസ്കിംഗ് പ്രോബ്ലംസ് യു ക്യാൻ ഗീവ് ദ കറക്റ്റ് ആൻസർ വിത്ത് പ്രസൻസ് ഓഫ് മൈൻഡ്. See, at first one, in a concave mirror, you know, the convergent mirror, at infinity, if the object is placed, we get the image at the focus, highly diminished one. It is real and inverted, which is so small, and hence that magnification become very much less than 1. ഇൻവേർട്ടഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ പ്ലസ് മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി നോർമൽ കേസസിൽ വെർച്വൽ ആയിരിക്കും, അതോടൊപ്പം എറക്റ്റുമായിരിക്കും എന്നുള്ള കാര്യം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സി 2Fന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ബിയോണ്ട് സിയിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ദറ്റ് ലൊക്കേഷൻ ഓഫ് ദ ഇമേജ് ബിക്കം ഫോക്കൽ ഇൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ആൻഡ് ദ സെൻറ്റർ 2Fനും ഇടയ്ക്കായിരിക്കും എന്നുള്ള കാര്യം. സ്മോൾ സൈസ് ആയിരിക്കും, പക്ഷേ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും.
പക്ഷേ 2Fലാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ഇമേജ് ഉണ്ടാവും. സെയിം സൈസാണ്, പക്ഷേ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സെയിം സൈസ് ആയതുകൊണ്ട് എം ടേക്ക് ദ വാല്യൂ ആസ് 1, ബട്ട് ഇൻവേർട്ടഡ്, സോ നെഗറ്റീവ്. If the object is in between center C and that focus, and keep in mind it is beyond ഡബിൾ എഫിന് അപ്പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫോക്കസിലാണ് ആദ്യം കണ്ടത്. പിന്നെ അത് ഓബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, റിവേഴ്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക, ആ കാര്യം ഒന്ന് ഓർന്നിരിക്കുക. സോ നമ്മുടെ ഫോക്കസിനും 2Fനും ഇടയ്ക്ക് വരുമ്പോൾ 2Fന് അപ്പുറത്തേക്ക് ഇമേജ് മൂവ് ചെയ്യുകയാണ് ഓൺ ദ സെയിം സൈഡ്. പക്ഷേ അതിൻ്റെ സൈസ് എൻലാർജ്ഡ് ആയിട്ട് മാറുന്നു, പക്ഷെ അപ്പോഴും റിയലും ഇൻവേർട്ടഡുമാണ്. എഫിൽ വരുമ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് പോയി, ഹൈലി എൻലാർജ്ഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അവസാനത്തെ 6th കേസ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. What is the situation? If the object is in between the pole and the focus, the image is formed behind the mirror and is in enlarged, virtual and erect. Keep in mind. അത് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. കോൺവെക്സ് മിറർ അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കുന്ന സമയത്ത് അവിടെയും ഫോക്കസിൽ തന്നെ, പക്ഷെ ബിഹൈൻഡ് ദ മിറർ ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വെർച്വൽ എറക്റ്റ് ആയിട്ടുള്ള ഇമേജാണ്. വാട്ട് ഓർ മേ ബി ദ ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജെക്റ്റ്, that image is formed between the pole and the focus with a diminished one, with a magnification less than 1, erect ആണ്, വെർച്വൽ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒത്തിരി സഹായകരമാകും. See the case, the mirror formula. In order to find the image object distances, we can use this. There is a little bit confusion with the lens equation. അപ്പോൾ അത് കറക്റ്റായിട്ട് ചാർട്ട് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. So mirror formula as 1/f is equal to 1/v plus 1/u. Lateral magnification. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എടുത്താൽ, അപ്പോൾ സാധാരണ രൂപത്തിൽ പ്രിൻസിപ്പൽ ആക്സിസ് എടുത്തിട്ട് ആ പ്രിൻസിപ്പൽ ആക്സിസിനെ നമുക്ക് മേപ്പോട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നുള്ള ഹൈറ്റ് എന്തുമാത്രമുണ്ട് അത് ബേസ് ചെയ്തിട്ട് വരുന്ന ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഹൈറ്റ് ഓപ്ഷൻ വരുന്നതാണ് നമ്മുടെ ലാറ്ററൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ എന്ന് നമ്മൾ പറയാം. ആ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇക്വേഷൻ -v/u ആണെങ്കിലും ഒരു കാര്യം ഓർത്തിരിക്കുക, അതിനെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെയും ഇമേജ് ഡിസ്റ്റൻസിൻ്റെയും രൂപത്തിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് റിലേഷൻസ് അത് കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. എഫ് ഡിവിഷൻ ബൈ എഫ് മൈനസ് യു ആൻഡ് ഈക്വൽ ടു എഫ് മൈനസ് വി ബൈ എഫ് വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്, നമുക്ക് പലയിടത്തും ഉപയോഗിക്കുന്നതാണ്. അതിന് പകരം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കോൺകേവ് മിറർ വെച്ചു, നമ്മൾ ഈ ഹൈറ്റ് കാണുന്നതിന് പകരം ഇങ്ങനെ കിടക്കുന്ന ഒരു ഓബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഓഫ് ദ ഇമേജും ലെങ്ത് ഓഫ് ദ ഓബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻ, സോ ദെയർ കംസ് ദ ടേം ദ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആക്സിയൽ മാഗ്നിഫിക്കേഷൻ. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഓർക്കുക. വീണ്ടും മൈനസ് സൈൻ v/u ആണ്. സോ വി എന്ന് പറയുന്നത് v2 - v1 ബൈ u2 - u1. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ കൺസെപ്റ്റ്. അത് ഒരു സ്മോൾ ഓബ്ജക്ട്സ് ആണ് വരുന്നതെങ്കിൽ ഓർക്കുക, ഇറ്റ് ഈസ് എ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. അതൊന്ന് ഒരു പ്രാവശ്യം നമ്മൾ dv/u ഒന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ യു ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് എം സ്ക്വയർ. ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ ആയിരിക്കും നമ്മളുടെ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വീണ്ടും ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഈ എമ്മിന് കിട്ടിയ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എപ്പോഴും ഓർക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഈസ് എ സ്ക്വയർ ഓഫ് ദ നോർമൽ മാഗ്നിഫിക്കേഷൻ. ഇനി ഏരിയൽ മാഗ്നിഫിക്കേഷൻ, സിമ്പിൾ ഫോർമുല, ഏരിയ ഓഫ് ദ ഇമേജ് ബൈ ഏരിയ ഓഫ് ദ ഓബ്ജെക്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ എം സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമ്മുടെ മിറർ ഇക്വേഷനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം, നമുക്ക് അവിടെ കിട്ടും ദ വെലോസിറ്റി ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എം സ്ക്വയർ ടൈംസ് വെലോസിറ്റി ഓഫ് ദി ഓബ്ജെക്റ്റ്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം വൈ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓബ്ജക്റ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇമേജിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് നോർമൽ റിയൽ ഇമേജസിൻ്റെ കേസ് വരുമ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഒരു വളരെ മനോഹരമായ ഇക്വേഷൻ. ഇറ്റ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ഫോർ മിറർ ആൻഡ് ലെൻസ്. If an object is at a distance of x1 from focus and x2 from the focus, image is x2 from the focus, then the focal length we can easily find out it to be a root of x1 x2.
അതിനെ ന്യൂട്ടൺസ് ഫോർമുല എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ UV ഗ്രാഫ്, ഒരു കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ആ ഗ്രാഫ് ഒന്ന് നോക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കർവാണ്. ഓർക്കുക, കോൺകേവ് മിററിൻ്റെ കേസിൽ ഇത്, കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഓക്കെ. We can move with some problematic situations. ആദ്യം വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. An object is placed at a distance of 40 centimeter from a concave mirror of focal length 15 centimeter. If the object is displaced through a distance of 20 centimeter towards the mirror, the displacement of the image will be. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ ഒന്ന് ഓർത്തിരിക്കുക. സീ ദ കേസ്. അറ്റ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, നമ്മുടെ കോൺകേവ് മിററിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെയായിട്ട് നമ്മുടെ ഓബ്ജക്റ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഇമേജ് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് -24. അതേപോലെ രണ്ടാമത്തെ കേസ് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഓബ്ജക്റ്റ് ഇരിക്കുക. അപ്പോൾ നമുക്ക് 60 സെൻറ്റിമീറ്ററിന് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് നമ്മുടെ സിമ്പിളായിട്ടുള്ള മിറർ റിലേഷൻ യൂസ് ചെയ്താൽ ഉത്തരമായി. പക്ഷേ നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഇമേജ് ആണ്. സോ V2 - V1 എടുത്തു. അപ്പം നമുക്ക് 36 സെൻറ്റിമീറ്റർ വിത്ത് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു ടേക്ക് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇൻസിഡൻറ്റ് റേ. സോ വി ക്യാൻ സേ ഫ്രം ദ പോൾ അവേ ഫ്രം ദ മിറർ. ഗുഡ് കൺസെപ്റ്റ് ആണ് നമുക്ക് കിട്ടിയത്. സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. എ റേ ഓഫ് ലൈറ്റ്, a rod of length 30 centimeter lies along the principal axis of a concave mirror of focal length 10 centimeter. In such a that its end closer to the pole is 20 centimeter away from the mirror. The length of the image is. അപ്പോൾ നമ്മൾ ആ ഒരു AC എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു. പോളിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ആണ് ആദ്യം, അവൻ്റെ ലെങ്ത് 30 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് എൻഡിനെ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ ഇമേജ് എവിടെയായിരിക്കും? നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 1/f = 1/u + 1/f 1/v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് VAക്ക് ഇക്വേഷൻ എഴുതിയാൽ ഇങ്ങനെയായിരിക്കും. വി ഗെറ്റ് ദ ആൻസർ. അതേപോലെ ഇവിടെ C ആണ് ഓബ്ജക്റ്റ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് എവിടെയായിരിക്കും? വീണ്ടും അതേ റിലേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരവായി കഴിഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് ദ ഇമേജ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് രണ്ടും തമ്മിൽ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി കഴിഞ്ഞു 7.5 സെൻറ്റിമീറ്റർ. ഗുഡ് ക്വസ്റ്റ്യൻ. അനദർ വെറൈറ്റി. A square of side of 3 centimeter is located at a distance of 25 centimeter from a concave mirror of focal length 10 centimeter. The center of the square is at the axis of mirror and the plane is normal to the axis of the mirror. The area enclosed by the image of the square is. അപ്പോൾ നമുക്കറിയാം that aerial magnification AI by AO is equal to m square. സോ എമ്മിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം പെട്ടത്തിലേക്ക് നമുക്ക് കിട്ടി. സോ ആ കാര്യം ഓർക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. AI/AO is equal to ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ എന്നുള്ള കാര്യം ഓർക്കുക. സി അനദർ ക്വസ്റ്റ്യൻ. A flat mirror revolves at a constant angular velocity making 45 radian per second. Then with what velocity will light spot move along a spherical screen with a radius of 10 meter if the mirror is at the center of curvature of the screen? എപ്പോഴും നമ്മുടെ റിഫ്ലക്ഷനുമായിട്ട് ബേസ് ചെയ്ത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഇഫ് ദ മിറർ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് 2θ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം റിഫ്ലക്റ്റഡ് റേയുടെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ മിറർ ആയിരിക്കും, ആംഗുലാർ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെലോസിറ്റി ഓഫ് ദ സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് V is equal to R omega. So you get the answer. So എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, ഇഫ് ദ മിറർ റൊട്ടേറ്റ്സ് ആൻ ആംഗിൾ തീറ്റ, then the reflected ray will rotate through an angle of double theta. It is very, very important. Another question. A concave mirror of focal length of 15 centimeter forms an image having twice the linear dimension of object. The position of the object when the image is virtual will be. സോ ഇവിടെ വെർച്വൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ നമുക്ക് +2 നമുക്ക് കൊടുക്കാം. ഫോക്കൽ ലെന്ത് ഓൾറെഡി കോൺകേവ് ആയതുകൊണ്ട് നമുക്ക് -15 ആണ്.
നമുക്കിതാ ഈ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അവിടെ നമുക്ക് യു ആൻസർ കിട്ടിക്കഴിഞ്ഞു, -7.5 എന്നുള്ള കാര്യം ഓർക്കാം. വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. See the next question. So മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുവാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ടേക്ക് കെയർ. God bless you.